ഒരു കുട്ടിയുടെ ചെറുപ്പകാലത്തിലെ കുസൃതി നമ്മൾ കണ്ണൂർ ഭാഷ പറഞ്ഞ പുൽത്തക്കത്. പിന്നീട് ഒരു 3-4 ആൾക്കാരെ ജീവൻ രക്ഷപ്പെടുത്തിയ കഥയാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി വേറെയാരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ ആ സമയത്തൊക്കെ ആ കാലത്ത് സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കറണ്ട് പോകുക, അതായത് പവർ കട്ട് ഉണ്ടാവും. ഗവൺമെൻറ് നമുക്കൊരു അരമണിക്കൂർ വീട്ടുകാർക്കൊക്കെ സംസാരിക്കാനും ഇതുപോലെ ഒന്ന് ഒപ്പിക്കാനുള്ള ഒരു സമയമാണ് ഈ പവർ കട്ട് എന്ന് പറഞ്ഞത്. അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടി ഇന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ കളിക്കുക, ഇതൊക്കെയാണ് പരിപാടി. എന്നാലും സ്വാഭാവികമായിട്ട് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ലൈറ്റ്സ് എന്നാണ് പറയുക. എമർജൻസി ലൈറ്റ്സ്, അതുപോലെ മെഴുകുതിരി, അല്ലെങ്കിൽ വിളക്കുകൾ, ഇതൊക്കെ കത്തിക്കും. മണ്ണെണ്ണയുടെ വിളക്കുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. പുറത്ത് ഓപ്പൺ ആയിട്ടുള്ളത് മണ്ണെണ്ണയുടെ വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി. ഈ 2 സാധനങ്ങളാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിനെക്കൊണ്ടൊരു പരിപാടിയുണ്ട്. ഈ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി രണ്ടായാലെങ്കിൽ ഒരുപോലെയാണ്, കത്തിയുണ്ടായാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഓരോരോ ഐറ്റംസ് കൊണ്ടുണ്ട്, അതായത് പേപ്പേഴ്സ്, പിന്നെ റബ്ബർ, അതുപോലെ തുണികൾ, ഇങ്ങനെ കത്തിച്ച് നോക്കും. അതായത് ഇതിങ്ങനെ മെഴുകുതിരി വെച്ച് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് തീ പിടിക്കുമല്ലോ. അപ്പോൾ തീ പിടിക്കുമ്പോൾ പേപ്പർ കത്തുമ്പം ഒരു കളറുണ്ടാവും, മഞ്ഞയും പിന്നെ ഓറഞ്ചൊക്കെ ആയിട്ടുള്ളത്. അതേ സാധനം നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്ന സമയത്ത് ഇരുട്ടത്ത് ഇങ്ങനെ കത്തിച്ച് വരുമ്പോൾ പ്ലാസ്റ്റിക് കത്തുമ്പോൾ നീല കളർ കൂടുതലുണ്ടാവും, തുണി കത്തുമ്പോൾ നീല കളർ ഉണ്ടാവും. ചില സാധനങ്ങൾ അത് കളറുള്ളത് തുണിയൊക്കെ കത്തിക്കുന്ന സമയത്ത് പച്ചയും കളേഴ്സൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ വ്യത്യസ്ത കളർ വരുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ കത്തിക്കൽ സിസ്റ്റം ഐറ്റംസ് ആണ് എൻ്റെ. അപ്പോൾ ഉമ്മ ചീത്ത പറയും, ചെക്കൻ തുടങ്ങി, കറണ്ട് പോയാൽ അന്നേരം അവൻ തുടങ്ങി കത്തിക്കൽ, തീരെ കൊണ്ടുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും. കാരണം അന്ന് എൻ്റെ ഉമ്മയൊപ്പൊക്കെ ദുബായിലായതുകൊണ്ട് ഞാൻ മാത്രമേ നാട്ടുള്ളൂ, ഞാനും ഉമ്മയാണ് വീട്ടിലുണ്ടാവുക. ഈ ഇജാതി ഐറ്റംസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷേ ആ സമയത്ത് ഞാൻ ഇതൊക്കെ പഠിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഈ സാധനങ്ങൾ കത്തുക, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. അത് ഇപ്പോഴും ഉണ്ട്, പിന്നെ ഇപ്പോഴും അതിൻ്റെ ഇത് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ആൾക്കാർ ജീവൻ രക്ഷിച്ചതെന്നല്ലേ. ഇതൊക്കെ കഴിഞ്ഞ് ചെറുപ്പകാലത്ത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വലുതായി. എനിക്കൊന്ന് അന്ന് എനിക്കൊരു 22-23 വയസ്സുള്ള പ്രായത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പിരിറ്റുള്ള കാര്യമാണ്. ഫുട്ബോൾ കളിയാണ് എത്ര ദൂരം വേണമെങ്കിലും പോകും. അപ്പോൾ അങ്ങനെ എൻ്റെ നാടിൻ്റെ കുറച്ച് ദൂരമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് സ്ഥിരമായിട്ട് പോകും. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇടുങ്ങിയ വഴി, റോഡ് തന്നെയാണ്, പക്ഷെ 2 സൈഡിന് കുറച്ച് കാടുകളോ അല്ലെങ്കിൽ കുറച്ച് ഇരുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ പോവാം. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ അധികം ഒച്ചയും ബഹളമൊന്നും ഉണ്ടാവില്ല, അവിടെ ടൗൺ ഏരിയ ഒന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തു കൂടിയാണ് പോവുക. അങ്ങനെ സ്ഥിരം റൂട്ടാണ്. അപ്പോൾ ഞാനത് റൂട്ട് പറയാൻ കാരണം നമ്മൾ ഇരുട്ടത്ത് എന്തും പെട്ടെന്ന് കാണും, അത്രയും ഇരുട്ടുമാണ്, ശബ്ദം ഉണ്ടാവില്ല. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ലൈറ്റ് കണ്ടു. അപ്പോൾ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ടായിട്ട് അത് വണ്ടി ഒന്ന് സ്ലോ ആക്കുന്നു. അവൻ ചോദിച്ചാൽ എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു, ആ വീട്ടിൽ നിന്ന് കത്തുന്നത് ബ്ലൂ കളറിലാണ്. സാധാരണ തീ കത്തുന്നതൊക്കെ എന്തെങ്കിലും ഒരു വിളക്ക് എത്തിച്ചാൽ മഞ്ഞ നിറത്തിലാണ്, പക്ഷേ മഞ്ഞ നിറം ഉണ്ടായിരുന്ന പെട്ടെന്ന് അത് ബ്ലൂ ആയി. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. ഞാൻ പറഞ്ഞിട്ട് എന്തോ പ്രശ്നമുണ്ട്, കാരണം ബ്ലൂ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും തുണിയോ മറ്റോ കത്തുന്നുണ്ടാവും. അത് എനിക്ക് ചെറുപ്പത്തിലേ ഒരു ശീലമായതുകൊണ്ട് പെട്ട മനസ്സിലായി. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് വെച്ചാൽ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, അയ്യോ അത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഒച്ച വെച്ചോണ്ട് ഓടി. ഒച്ച വെക്കാൻ എന്താ കാരണം എന്ന് അറിയോ, ഈ ചെറിയ തീയെ നമ്മൾ കണ്ടത്, അത് നമ്മൾ ഏകദേശം എത്താറാകുമ്പോഴേക്കും വലിയ തീയായിട്ട് മാറി. അതായത് കർട്ടൻ കംപ്ലീറ്റ് തീ പിടിച്ചു. അപ്പോൾ അയാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പം ഇയാളെ ഒച്ചയും വെപ്രാളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ വീട്ടുകാർ എണീറ്റിട്ട് പിന്നെ നോക്കി ഓടിപ്പോയി ആ റൂമിലേക്ക്. അപ്പോൾ കർട്ടനിൽ നിന്ന് കത്താണ്. അപ്പോൾ ഈ കത്തുന്ന സമയത്ത് അതിന് തൊട്ട് താഴെ നമ്മുടെ കിടക്കയല്ലേ സാധാരണ പഞ്ഞിയുടെ കിടക്ക, ഈ പഞ്ഞിയുടെ കിടക്കയിൽ 3 കുട്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവരെടുത്ത് മാറ്റി പുറത്ത് കൊണ്ടുവന്നു. ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീ പിടിച്ചു പറഞ്ഞാൽ ഈ കർട്ടൻ താഴെ വീണിട്ട് ആ വീട്ടിനൊക്കെ തീ പിടിച്ച് ആ കൂടി മൊത്തം സീനായി. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരും കൂടിയിട്ട് അത് കെടുത്തിയിട്ട് നമ്മൾ പിന്നെ ഫുട്ബോൾ കളിയാനുള്ള ടൈം ആയതുകൊണ്ട് ആർക്കും ആ ഭയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ വീണ്ടും പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം എന്നോട് ഫ്രണ്ട് എന്തെല്ലാം ചോദിക്കുന്നത്, എനിക്ക് എങ്ങനെയാണ് ഈ സാധനം മനസ്സിലായത് ഇങ്ങനെ കത്തുന്നതെന്ന് അറിയാം. അങ്ങനെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ചെറുപ്പത്തിൽ എൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഈ പരിപാടി കൊണ്ടാണ് മനസ്സിലായത്. അപ്പം ഞാൻ ഇന്ന് ഈ കഥ പറയാൻ കാരണം നമ്മൾ ഈ കുട്ടികളൊക്കെ ചില സംഭവങ്ങൾ വെച്ചിട്ട് അവർ കുറേ കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് പഠിക്കും. നമ്മൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കുരുത്തക്കാരായി തോന്നുമെങ്കിലും ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അതിൽ പഠിക്കണ്ടോ, പക്ഷെ എല്ലാ സംഭവങ്ങളും ഇല്ല, എന്നാലും ചിലതൊക്കെ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ
അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ചെറിയൊരു സ്റ്റോറി, അതായത് നമ്മൾ ഈ ചാനലിൽ ഇതുപോലെയുള്ള കഥകൾ, അതായത് നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള കഥകൾ, അല്ലെങ്കിൽ അച്ചാച്ചൻ്റെ അമ്മാമ്മൻ്റെ ഉപ്പാൻ്റെ ഉപ്പാൻ്റെ അങ്ങനെ ആർക്ക് കഥയായാലും നമുക്ക് പണ്ടത്തെ ആ കാലത്തെ ഒരു കഥകൾ കിട്ടുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു കാലം എന്ന് പറയുന്ന പോലെ ആ കാലത്തെ കഥകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് കേൾക്കാൻ പറയാനൊക്കെയുള്ള ഒരു വേദിയാണ് ഈ ഒരു ചാനൽ. അപ്പോൾ ഈ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ചാനൽ എന്നുള്ളത്. കാരണം ഇത് എൻ്റെ ചാനൽ മാത്രമല്ല നിങ്ങൾക്ക് കൂടിയുള്ള വേദിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.